വല്ലാത്ത അല്ല പൊന്നാരൻ്റെ ചങ്ങന്മാരെ 2 ദിവസമായിട്ട് പനിച്ചിട്ട് ഇങ്ങോട്ട് പറയാൻ പനിച്ചിട്ട് ഇങ്ങനെ നായിക്കോലം കിട്ട് ഇങ്ങോട്ട് പറയാം വല്ലാത്ത ഇടങ്ങാറിൻ്റെ കൂടി ഒന്നും തിന്നാൻ വേണ്ടിയില്ല. ഏതായാലും ഇപ്പം ഇന്നിപ്പോൾ കറിയൊന്നും ഇല്ലാതെ തിന്നാൻ പറ്റില്ല എന്നായി ആ കോലത്തിലെത്തിക്കണം. മറ്റേ ചമ്മന്തി പിന്നെ അച്ചാറും ഇതുമായിരുന്നു. ഏതായാലും ഇപ്പം ഇന്ന് നമ്മളെ കറി ഉണ്ടാക്കുകയാണ്. കറി ഉണ്ടാക്കാൻ വെച്ചാൽ നമ്മളെ സ്രാവ് മീൻ ഉണ്ടെന്ന് പറഞ്ഞാലോ, ആ സ്രാവ് മീൻ നല്ല സ്രാവിൻ്റെ മീൻ, ആ സ്രാവ് മീൻ പിന്നെ കറി നല്ല സ്രാവിൻ്റെ മീനിൻ്റെ കഷ്ണങ്ങൾ ഞാൻ നല്ല പിന്നെ വയനാട്ടിൽ നിന്ന് പോരുമ്പോൾ മേടിച്ചാണ് മിഞ്ഞാന്നല്ല 2-4 ദിവസമായി. അപ്പോൾ അതിന് സ്രാവിൻ്റെ പിന്നെ ഉണക്കമീൻ സ്രാവിൻ്റെ കറിയാണ്. ഇഞ്ചി 2-3 ഉള്ളി, വെളുത്തുള്ളി, വലിയുള്ളി 2-4 ഇട്ടിക്കണ്, 2-3 തക്കാളി. ഏതായാലും ഇത് വേറെ ലെവലേക്കാരം. ഇതൊക്കെയാണ് ലോറിയത്തെ ഭക്ഷണം ഉണ്ടാക്കുക കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന ബാക്കിയുള്ള വീഡിയോ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ ഉള്ളൂ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അല്ല നമുക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ നറുക്കെടുക്കണോ, ഇതിൽ നിന്ന് ഇങ്ങനെ നറുക്കെടുത്താൽ നമ്മൾ തഴഞ്ഞു നോക്കട്ടെ, ഇതിൽ നിന്ന് നറുക്കിട്ട് നോക്കട്ടെ, എല്ലാം കിട്ടുമെന്ന് നോക്കട്ടെ. എന്നാൽ കേൾക്കണമെങ്കിൽ വല്ലാത്ത ജാതി. അപ്പം ചങ്ങായിമാരെ നമ്മളെ സ്രാവിൻ്റെ കറി ആയിരിക്കും കേട്ടോ. സ്രാവിൻ്റെ കറി കണ്ടോ, സ്രാവൊന്നും കാണുന്നില്ല ഇതിന്, നറുക്കിട്ട മാതിരി ആയിരിക്കും. കണ്ടിട്ടുണ്ട് ഞാൻ എന്നെ ഉള്ളൂ കണ്ടങ്ങൾ ആ കറിയായി വല്ലാത്ത ജാതി. ഞാൻ ഒന്ന് കൂട്ടി നോക്കട്ടെ, ഇത്ത പാട് നോക്കട്ടെ. എന്നാൻ്റെ ചങ്ങായിമാരെ അതായതുകൊണ്ട് പറയില്ല. ഉൽപ്പിൻ്റെ ഒരു ചാദ്യത്തിലാര് നിങ്ങൾ സ്രാവിൻ്റെ കറി കേട്ടോ, അടിപൊളി കറി. ഓക്കെ, കണ്ടോളൂ കണ്ണിറയെ കണ്ടോളൂ. കണ്ടോ അല്ലാതെ ലേശം കഞ്ഞിയുണ്ട്, കഞ്ഞിയും സ്രാവിൻ്റെ കറി. കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് വെക്കണം. കറി ഉണ്ടല്ലോ, സമാധാനം ഉണ്ടല്ലോ. ഓക്കെ, അപ്പം അങ്ങനെയാണ് സംഗതികൾ. നറുക്കെടുത്ത മാതിരി അല്ലാന്നർത്ഥം.